നമസ്കാരം. ജനങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ചെയ്തു കൊടുത്തു. പ്രകടന പത്രികയിൽ പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കി. എന്നിട്ടും LDF സർക്കാർ വേണ്ട എന്ന് ജനങ്ങൾ വിധിയെഴുതി. അതെ, ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിടേണ്ടി വന്നത് കനത്ത പരാജയം തന്നെയാണ്. എന്തായാലും ജനവിധി മാനിച്ച് അത് പഠിച്ച് തിരുത്തൽ വരുത്തേണ്ടടുത്ത് തിരുത്തൽ വരുത്തി എന്തായാലും അതിശക്തമായി തന്നെ പാർട്ടി മുന്നേറുമെന്നും പാർട്ടി അധികാരത്തിൽ വരുമെന്നും ഒക്കെ എന്തായാലും പാർട്ടിയുടെ ബന്ധപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മറ്റു നേതാക്കളും ഒക്കെ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ പിണറായി വിജയന്റെയും ഒരു പ്രതികരണം വന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർ പ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലും LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മൂന്നാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടെങ്കിലും വലിയൊരു ജനവിഭാഗം LDFനൊപ്പം ഉറച്ചു നിന്നു എന്നത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ 10 വർഷത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്നത് നിസ്സംശയമാണ്. അവ നിലച്ചു പോകാതിരിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായ ജനജാഗ്രത തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട്. നവകേരള നിർമ്മാണത്തിനായി LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, യുവജന തൊഴിൽ, സാമൂഹ്യ നീതി, പൊതു ആരോഗ്യവും വിദ്യാഭ്യാസവും ഇവയെല്ലാം ഇനി മുന്നോട്ടു പോകുമെന്ന് ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായവയാണ്. അവ നടപ്പിലാക്കുന്നതിനായി പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കും. അതേസമയം ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. കേരളത്തിന്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നത് LDFന്റെ അടിസ്ഥാന നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടന്നുവെന്നത് മുമ്പും പറഞ്ഞതാണ്. അതിൽ ചില മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അർത്ഥസത്യങ്ങളെയും അതിശയോക്തികളെയും വസ്തുതാവിരുദ്ധ പ്രചാരണങ്ങളെയും ആശ്രയിച്ച അവതരണങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമല്ല. എങ്കിലും ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രധാനമെന്ന് LDF വിശ്വസിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കുവാനും എല്ലാ സഖാക്കളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ തുറന്ന പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ നിന്നും സഖാക്കളിൽ നിന്നും ഉയരുന്ന ആശങ്കകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവബുദ്ധിയ പരിശോധിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനമെടുക്കും. LDFന് വേണ്ടി 10,000-കണക്കിന് പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അഹോരാത്രം ഏറ്റെടുത്തത്. അവരെ ആകെ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളെ എതിർത്ത ശക്തികൾ, UDF, BJP, ചില മാധ്യമങ്ങളുടെ നിലപാട്, ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഈ ഫലമുണ്ടായത്. അരാജക രാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേന്ദ്രങ്ങളുടെ തെറ്റായ പ്രചാരണത്തിലും ചിലരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവരെയൊക്കെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഗൗരവമായ ശ്രമമുണ്ടാകും. ജനങ്ങൾ നൽകിയ വിധിയെ മാനിച്ച് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നുണക്കഥകളും കോർപ്പറേറ്റ് PR ബുദ്ധിശാലകളിൽ ഉരുത്തിരിഞ്ഞ വ്യാജ പ്രചാരണങ്ങളും ഞങ്ങളെ പിന്നോട്ടടിപ്പിക്കില്ല. LDFന്റെ നിലപാടുകളിലും ഇടപെടലുകളിലും വന്ന വീഴ്ചകൾ ജനാധിപത്യപരമായി തന്നെ പരിശോധിക്കും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ജനങ്ങളോടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി കൂടുതൽ വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും LDF മുന്നോട്ട് പോകും. കേരളത്തിന്റെ ഭാവിക്കായി, ജനങ്ങളുടെ ക്ഷേമത്തിനായി, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി പോരാട്ടം തുടരും. LDFനൊപ്പം നിന്ന എല്ലാവർക്കും വീണ്ടും നന്ദി അറിയിക്കുന്നു. കേരള ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കൂടുതൽ ശക്തമായി തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകുന്നു. എന്തായാലും പിണറായി വിജയന്റെ ഈ വാക്കുകൾ കരുത്തു പകരുന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനും എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല.
തിരിച്ചു വരാൻ കഴിയാത്ത അത്ര ദൂരത്തൊന്നുമല്ല ഈ പാർട്ടി ഉള്ളത് എന്നുള്ളൊരു മറ്റൊരു വസ്തുതയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒന്നും ചെയ്യാത്തതിന്റെ പേരിലല്ല ജനങ്ങൾ ഈ പാർട്ടി വേണ്ട എന്ന് വെച്ചത്, എല്ലാം ചെയ്തതിന്റെ പേരിലാണ് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യം. ജനങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ജനങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. പക്ഷേ പാർട്ടിക്കും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ചില ആളുകളുടെ ധാർഷ്ട്യം, അഹങ്കാരം, അതൊക്കെ ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും ഞാൻ ഇനിയിപ്പോൾ ഇതിൽ പറയുന്നില്ല. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ പാർട്ടിക്കും സംഭവിച്ചിട്ടുണ്ട്. അത് ഒരുപാട് സഖാക്കൾക്കും ഒക്കെ വലിയ മനോവിഷമം ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷമായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ്. കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷം അത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായിരുന്നു. എന്നിട്ടും വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് അവർ അധികാരത്തിൽ വന്നു. പക്ഷേ ഇതിൽ പിണറായി വിജയൻ വ്യക്തമായി പറയുന്നു, നാടിന് ഗുണപരമായിട്ടുള്ള ഒരു കാര്യത്തെയും ഞങ്ങൾ എതിർക്കില്ല എന്ന് പറയുകയാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനേയും ഏതിനെയും ഒക്കെ വിമർശിക്കുന്ന, എന്തിനും ഏതിനുമൊക്കെ എതിര് നിൽക്കുന്ന, സംസ്ഥാനത്തിനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗമാണെന്ന് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല പ്രതിപക്ഷം എന്നെന്തായാലും ഇനി LDF കാണിച്ചു കൊടുക്കും. ശക്തമായി തന്നെ വിമർശിക്കേണ്ടതിനെ വിമർശിച്ചും, വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഇടങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിച്ചും, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് എന്തായാലും കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി അഴിമതി, അതുപോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒന്നും പ്രാവർത്തികമാക്കാതിരിക്കുന്ന അവസ്ഥ, ജനങ്ങളെ ദ്രോഹിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകും. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ മേളമായിരിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ അടിപിടികളൊക്കെ നടക്കുകയാണല്ലോ. ജനങ്ങൾ അത് കണ്ടുതന്നെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മടിപ്പിക്കുന്ന പലതും ഒക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കേണ്ട സമയമാണിത്. CPM-ഉം DYFI-യും SFI-യും ഒക്കെ ശക്തമായി കളത്തിലിറങ്ങേണ്ട സമയമാണ്. എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു, വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എന്ന് പിണറായി വിജയൻ തന്നെ പറയുകയാണ്. മാധ്യമങ്ങളുടെ വ്യാജ വാർത്തകളെ പ്രതിരോധിക്കാൻ ഇനിയെങ്കിലും ഈ പാർട്ടിക്ക് കഴിയണമെന്നുള്ളതാണ്. ഈ പാർട്ടിക്ക് പറ്റിപ്പോ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് വ്യാജ വാർത്തകളെ തടയിടുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ പോസ്റ്റിൽ പോലും ഉണ്ട്. പല മാധ്യമങ്ങളുടെയും വ്യാജ പതനത്തിൽ ജനം വീണു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്? വ്യാജ പ്രചരണങ്ങളെ നേരിടുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന, ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ കൂടെ ചേർക്കുക, അത്തരം മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജേർണലിസ്റ്റുകളെ കൂടെ നിർത്തുക, അത്തരം മീഡിയകൾ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ടായിരിക്കണം ഇനി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഈ LDF-ന്റെ നീക്കം എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ ഏറ്റവും യോഗ്യൻ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി മാറുമ്പോൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം ഇടുമ്പോൾ അദ്ദേഹത്തിന് അതിഗംഭീരമായി തന്നെ സഭയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തൊക്കെ കാര്യത്തെ ഏതൊക്കെ രീതിയിൽ അഡ്രസ് ചെയ്യണം, ഏതൊക്കെ വിഷയത്തെ ഏതൊക്കെ രീതിയിൽ നേരിടണം എന്നൊക്കെ നന്നായി അറിയാവുന്ന നേതാവാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറയേണ്ട ഒരു കാര്യവുമില്ല. ഒപ്പം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ കൂടി മാറ്റി ആ സ്ഥാനത്ത് M സ്വരാജിനെ പോലുള്ള ഒരാളെ കൂടി ഇരുത്തിയാൽ ഈ പോക്ക്, അതായത് ഇനിയുള്ള പോരാട്ടത്തിന്റെ ആ വലിയ ഗംഭീരമായിട്ടുള്ള നീക്കം അത് അതിഗംഭീരമായി മാറും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊരു ഡിജിറ്റൽ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ UDF സർക്കാർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ ഡിജിറ്റൽ കാലഘട്ടത്തിൽ, ഡിജിറ്റൽ മേഖലയിലൂടെ തന്നെ തുറന്നു കാട്ടാൻ കഴിയണം. ഒപ്പം ആ തുറന്നു കാട്ടലുകളൊക്കെ വസ്തുതാപരമായിരിക്കണം. ആ തുറന്നു കാട്ടലുകളൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകണം. അതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പിണറായി വിജയന്റെ ഈ പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്.